ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മിറർ വർക്കാണ് കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൗണ്ട് മിററാണ് പഠിച്ചത്. അത് ബട്ടൺ ഹോളിൽ ചെയ്തു. ഇനി അവിടെ സ്ക്വയറിലാണ് കാണിക്കുന്നത് കേട്ടോ. സ്ക്വയറിൽ ഇതുപോലെ നമ്പേഴ്സ് എഴുതിയെടുത്തിട്ടുണ്ട്. ഓരോ കോർണറിലേക്ക് ആണ് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇവിടെ ഒന്നിൽ നിന്നും ഇതുപോലെ നീഡിലെടുക്കുക, എന്നിട്ട് കണ്ട ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലോത്ത് ലൂസാണെന്നുണ്ടെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണേ. കണ്ടതിൻ്റെ ഓപ്പോസിറ്റായിട്ട് രണ്ടിലേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇനി ചെയ്യേണ്ടത് മൂന്നിൽ നിന്നും നാലിലേക്ക്, അതായത് 3 എവിടെയാണ് ശ്രദ്ധിക്കണേ. ഈ ഒരു കോർണറിൽ നിന്നും അടുത്ത കോർണറിലേക്കാണ് കുത്തിയിറക്കുന്നത്. അപ്പോൾ അതുപോലെ നീഡിലിറക്കി കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇനി നോക്കുക കേട്ടോ. ഈ നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഒന്നിൽ നിന്ന് കുത്തിയെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഇതുപോലെ നീഡിൽ എടുക്കുക. ഇനി ഒരു ത്രെഡ് ഉണ്ടല്ലോ, ഈ ഒരു ത്രെഡിനുള്ളിലൂടെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. കണ്ടോ, ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ്, അതായത് നമ്മൾ എവിടെ നിന്നാണോ കുത്തിയെടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം താഴേക്ക് ഇറക്കി കൊടുക്കേണ്ടത് കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ത്രെഡ് ലൂസായിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കണേ. ഇനി അടുപ്പിച്ചിട്ട് വേണം കേട്ടോ അതുപോലെ കുത്തിയെടുക്കാനായിട്ട്, നീഡിൽ എടുക്കാനായിട്ട്. എന്നിട്ട് അതുപോലെ ത്രെഡിന് ചുറ്റുന്നതും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ചുറ്റിയെടുക്കുന്നത്. അതുപോലെ നീഡിൽ താഴേക്ക് കൊടുക്കുന്നതും എവിടെ നിന്നാണോ നമ്മൾ നീഡിൽ മീതേക്ക് എടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം താഴേക്ക് ഇറക്കി കൊടുക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നീഡിൽ നമ്മൾ ആ ത്രെഡിലൊന്ന് ചുറ്റുന്നുണ്ടല്ലോ, അതും ചുറ്റുന്നതും എങ്ങനെയാണെന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു സ്റ്റിച്ച് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സ്ക്വയർ മിററിലാണ്. റൗണ്ട് മിററിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുമേ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതുപോലെ എല്ലാ കോർണറിലും ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർണറിൽ എത്ര എണ്ണമാണോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് അതേപോലെ തന്നെ വേണം എല്ലാ കോർണറിലും ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരേപോലെ വരണം. ഇത് 6 strands ത്രെഡ് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 3 strands ഇടുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുള്ളൂ, കാണാൻ ഭംഗിയൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് നിന്ന് നീഡിൽ കുത്തിയെടുക്കുക. നീതേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് ഇതുപോലെ ഒന്ന് ത്രെഡിനെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ താഴേക്ക് ഇറക്കി കൊടുക്കുക. വളരെ സിമ്പിളാണ് കേട്ടോ. സ്റ്റിച്ചുകളൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചുകളൊക്കെ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വർക്കുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ചെയ്യുന്നവർക്ക് അതിൻ്റെ പിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID ഇതിൽ കൊടുക്കാം. അതിലേക്കൊന്ന് മെസ്സേജ് പോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കാണും. അതുപോലെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ അതേ മെത്തേഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ പോയി പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിതിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താല്പര്യമുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ 2 കോർണറിലും കൂടെ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
ഒരുപാട് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫസ്റ്റ് കാണിക്കുന്ന ക്ലാസ്സുകൾ കാണിക്കുന്നതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കി നിങ്ങളുടെ കൈക്കൊരു തഴക്കം വരുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളതൊക്കെ ചെയ്യാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇത് ഒരു ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ബോർഡ് എടുക്കേണ്ടത് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് അതിൽ ഓരോ സ്റ്റിച്ച് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഓരോ സ്റ്റിച്ചും അതിൽ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ കോർണറിലും ഒരേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കതിൽ മാറ്റം വരുത്താം. അപ്പോൾ ഒന്ന് പറയാം കേട്ടോ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിവ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സെൻറ്ററിലേക്ക് വെച്ചിട്ട് ഒന്ന് ത്രെഡിനെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക.